വയനാട് ദുരന്തം ഓർക്കാൻ അധികം ആരും ഇഷ്ടപ്പെടാത്ത ഒരു സംഗതിയാണ്. എന്നാൽ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ വയനാട് ദുരന്തത്തെക്കാൾ വലിയ ദുരന്തമാണ്. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങളെ ചുറ്റിപ്പറ്റി ഉയർന്ന രാഷ്ട്രീയ വിവാദങ്ങൾ ആളിക്കത്തിക്കാൻ ഇപ്പോൾ കുറച്ച് കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ദുരന്തഭൂമിയിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുമ്പോഴും കയ്യിലുള്ള വികസന ഫണ്ട് നൽകാതെ പിശുക്ക് കാട്ടിയ ജനപ്രതിനിധികളുടെ പട്ടികയാണ് പുറത്തു വരുന്നത്. വയനാട് പുനരധിവാസത്തിനായി തങ്ങളുടെ MP ഫണ്ട് അനുവദിക്കാത്ത 17 ലോക്സഭാ MPമാരുടെ വിവരങ്ങളാണ് സർക്കാർ ഇപ്പോൾ നിയമസഭയിൽ വെളിപ്പെടുത്തിയത്. ഈ നാണക്കേടിന്റെ പട്ടികയിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ട്. അവരെ കൂടാതെ 15 UDF MPമാരും ഉൾപ്പെട്ടിട്ടുണ്ട്. സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങൾ കണ്ണീരൊഴുക്കുമ്പോഴും ഫണ്ട് അനുവദിക്കുന്നതിൽ കാട്ടിയ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ അലംഭാവം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയും ഒപ്പം നാണക്കേടുമാണ്. ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള 17 MPമാർ ഫണ്ട് അനുവദിച്ചിട്ടില്ല. രാജ്യസഭയിൽ JB മേത്തർ ഉൾപ്പെടെയുള്ള UDF അംഗങ്ങളും ലിസ്റ്റിലുണ്ട്. സഹായം നൽകേണ്ടവർ പട്ടികയുണ്ടാക്കി പരസ്പരം പഴിചാരുമ്പോൾ ഇന്നും വാടക വീടുകളിലും താൽക്കാലിക ഷെഡുകളിലും കഴിയുന്ന വയനാട്ടിലെ പാവം മനുഷ്യരുടെ അവസ്ഥ ആര് കാണുമെന്നൊരു ചോദ്യവും അവിടെ ബാക്കിയാണ്. വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് UDF ഫണ്ട് പിരിച്ചിട്ടുണ്ട്. എത്ര തുകയാണ് പിരിച്ചത്? എവിടെയാണ് അവർ വീടുകൾ നിർമ്മിച്ചത്? ഇതിനൊന്നും തെളിവില്ല. രാഹുൽ ഗാന്ധി MPയുടെ 100 വീടുകളും കോൺഗ്രസിന്റെ 100 വീടുകളും യൂത്ത് കോൺഗ്രസിന്റേതായി 30 വീടുകളും അടക്കം 230 വീടുകളാണ് അവർ പ്രഖ്യാപിച്ചത്. ഇതൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. പണം പിരിക്കാനായി ഉപയോഗിച്ച ആപ്പ് തന്നെ 1 വർഷമായപ്പോൾ പ്രവർത്തനരഹിതമായി. സ്പോൺസർമാർക്ക് ഭൂമി നൽകില്ലെന്ന് 2024 ഡിസംബർ 30-ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചേർന്ന യോഗത്തിൽ അറിയിച്ചതാണ്. സർക്കാർ 44 കോടി രൂപയ്ക്ക് സ്ഥലം വാങ്ങിയാണ് വീട് നിർമ്മിക്കുന്നത്. സർക്കാരിന് തന്നെ ഭൂമിയില്ല. മുസ്ലിം ലീഗ് ഭൂമി വാങ്ങി വീടുകൾ നിർമ്മിച്ചു. എന്നാൽ വീട് നിർമ്മാണത്തിനായി സർക്കാർ ഭൂമി കണ്ടെത്തി നൽകിയില്ല എന്നുള്ള കോൺഗ്രസിന്റെ പ്രചാരണം തെറ്റാണ്. അത് ജനങ്ങൾക്കും അറിയാം. വയനാട്ടിലെ ദുരന്ത ബാധിതർക്കായി കർണാടക സർക്കാർ പ്രഖ്യാപിച്ചത് 20 കോടിയാണ്. അതിൽ 10 കോടി നൽകി. കർണാടകയിലെ സർക്കാർ കോൺഗ്രസ് ആണെന്ന് കരുതി തുക തന്നത് കോൺഗ്രസ് അല്ല, ആ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ്. സഹായം നൽകുന്നതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് കോൺഗ്രസ് ഇവിടെയും ചെയ്തത്. ഇതിനെല്ലാം ഇടയിലാണ് വയനാട് പുനരധിവാസത്തിനായി പിരിച്ചെടുത്ത തുക സർക്കാർ വിനിയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റർ പ്രചാരണം നടത്തിയത്. അതും കനകോലു പ്ലാൻ തന്നെയാണെന്ന് സംശയിക്കേണ്ടതാണ്. വയനാടിനായി ജനങ്ങൾ നൽകിയ 772 കോടി രൂപയിൽ നിന്ന് 91 കോടി രൂപ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ എന്ന രീതിയിലായിരുന്നു ആ പോസ്റ്റുകൾ പറഞ്ഞത്. എന്നാൽ പ്രചരിക്കുന്ന പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് ഇന്ത്യ ടുഡേ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയതോടെ കോൺഗ്രസിന്റെ ആ പ്ലാനും ചീറ്റിപ്പോയി. ദുരന്ത ബാധിതരുടെ വിവിധ ആവശ്യങ്ങൾക്കായി ഇതുവരെ 141 കോടി രൂപ ചെലവഴിക്കുകയും ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി 351 കോടി രൂപയുടെ ഭരണാനുമതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള സകല വിവരങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വെബ്സൈറ്റിൽ ലഭ്യമാണ്.